ഞാൻ ദീപ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഞാൻ തയ്ച്ച കുറച്ച് ഡ്രസ്സുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേർക്ക് കമന്റ്സിനൊന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വീഡിയോ അപ്പുറം ഉള്ള കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ഇപ്പോഴും ഉണ്ട്. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പം ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ വീഡിയോ ഒത്തിരി പേര് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഈ തയ്ച്ച ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ പറഞ്ഞു തരാമെന്നുള്ളത് വെച്ചിട്ട് വന്നേക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാം സാധാരണ നമ്മൾ എല്ലാവരും തയ്ക്കാറുള്ള സാധാ ടൈപ്പ് ഡ്രസ്സുകളാണ്. പക്ഷെ അതിലെന്താണ് വ്യത്യാസം എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഓരോ ഡ്രസ്സായിട്ട് എടുത്തൊന്ന് കാണിച്ച് മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. അപ്പം അധികം വാചകടിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് അന്നക്കുട്ടിക്കും കുട്ടിക്കും കൂടെ ഒരു എന്താണ് ഓണക്കോടി തയ്ച്ചിരുന്നു. ഇത് 2 പേർക്കും കൂടെ തയ്ച്ചത് കസവിന്റെ സാരി ഉണ്ടല്ലോ, ഇപ്പം കസവിന്റെ നേരിയതുണ്ടല്ലോ, ആ നേരിയത് സാരി, അതായത് ഒരു 5.5-6 മീറ്റർ വരുന്ന നേരിയത് സാരി മൊത്തം യൂസ് ചെയ്തിട്ടാണ് അന്നയ്ക്കും ആനിക്കും ഈ ഫ്രോക്ക് തയ്ച്ചത്. ഇത് ജസ്റ്റ് സാധാ ഒരു സിമ്പിൾ ഫ്രോക്കാണ്, സിമ്പിൾ ഫ്രോക്കാണ്. ആനിക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടും ടോപ്പ് പോർഷൻ വരുന്നത് നമ്മൾ എന്താണ് ഒരു 1/2 മീറ്റർ എടുക്കുന്നുള്ളൂ. 1/2 മീറ്റർ തുണി മതിയാവും ഓരോരുത്തർക്കും. അപ്പം ടോപ്പ് പോർഷൻ നമ്മൾ 1/2 മീറ്റർ എടുത്തു. പിന്നെ കൈയൊക്കെ കസവിന്റെ സൈഡ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്തേക്കുന്നതാ. പിന്നെ ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പട്ട ഇങ്ങനെ ചരിച്ചു വെച്ചേക്കുന്നു. നമ്മൾ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വെറുതെ ഒരു പട്ട ഇങ്ങനെ ചരിച്ചു വെച്ചേക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ചെയ്തേക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ആണ്, കാണാൻ പറ്റണ്ട, മെഷീൻ എംബ്രോയിഡറി ആണ്. ഇരുണ്ട് പോകുന്നല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ താഴെയാണേലും ഞാൻ മെഷീൻ എംബ്രോയിഡറിയാ ചെയ്തേക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് മുത്ത് സീക്വൻസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കോട്ടന്റെ ലൈനിങ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് തുണി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആനിക്കുട്ടിയുടെ ഡ്രസ്സാ. ആനിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല ചുരുക്കിട്ടാ തയ്ച്ചേക്കുന്നത്. പക്ഷെ അന്നയ്ക്ക് അത്രയും ചുരുക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നോർമലി വേസ്റ്റിന്റെ 3 ഇരട്ടി ലെങ്തില്, വേസ്റ്റ് എത്രയാണ്, വേസ്റ്റ് ഇപ്പൊ 22 ആണ്, 22 × 3 എന്ന് പറയുമ്പോഴത്തേക്കും 66 ഇഞ്ച് നീളത്തില് നമ്മൾ തുണി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചുരുക്കിൽ വരും. പിന്നെ ചുരുക്കിടുന്ന വളരെ എന്താണ്, നമ്മൾ 5 ഇട്ട് തയ്ച്ചിട്ട് വലിച്ച് ചെറുതായിട്ട് ചുരുക്കിയിട്ട് തയ്ക്കുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടൊരു ഫ്രോക്കാണിത്, കസവിന്റെ ഫ്രോക്ക്. അപ്പം അന്നയ്ക്കും ആനിക്കും കൂടി ഫ്രോക്ക് തയ്ച്ച് വന്നപ്പോഴത്തേക്കും ഫുള്ള് ഒരു സാരി മൊത്തം തീർന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ വന്നിട്ട് ഇവർക്ക് ഞാനൊരു പിൻടെക്ക് ചെയ്ത തുണിയില് ഒരു ഹെഡ് ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു കളറ്. അപ്പൊ അതാണ് ആനിക്കുട്ടിയുടെ അന്നക്കുട്ടിയുടെ കസവിന്റെ ഫ്രോക്ക്. പിന്നെ വന്നിട്ട് ആനിക്കുട്ടിക്ക് വേണ്ടിയിട്ട് തയ്ച്ചൊരു A-ലൈൻ ഫ്രോക്കാണ്. ഇതാ ഒരു A-ലൈൻ ഫ്രോക്ക്, താഴെ ചെറിയ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു A-ലൈൻ ഫ്രോക്കാണ്. നടുക്ക് ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ആണ്, കണ്ടോ, മെഷീൻ എംബ്രോയിഡറി. പിന്നെ ഇതിൽ ചെറിയ ബീഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി സമയം എടുത്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആനിക്കായിട്ട് തയ്ച്ചതല്ല, ഞാനിത് എൻ്റെ ബൊട്ടിക്ക് ഇഷാന കിഡ്സിലേക്ക് ഒരു മോഡലായിട്ട് തയ്ച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 to 4 ഇയേഴ്സിന്റെ ഇതിൽ തയ്ച്ച ഒരു ഫ്രോക്കാണ്. പിന്നീട് ഞാൻ ആലോചിച്ചു ഇല്ല, അത് ആനിക്ക് തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ സൈഡ് അഴിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നെക്കും ഷോൾഡറും ഒന്നും ആനിയുടെ അളവൊന്നും അല്ല, കുറച്ചും കൂടെ ചെറുതാണിത്. അപ്പം അതാണ് ഇതിന്റെ മെറ്റീരിയൽ. ഞാൻ പറയുവാണെങ്കിൽ ഇത് റോ കോട്ടൺ ആണ് മെറ്റീരിയൽ. പിന്നെ കണ്ട ഒരു ജൂട്ടിന്റെ ഒരു ലുക്കുണ്ട്, ജൂട്ട് മെറ്റീരിയലിന്റെ ഒരു ലുക്കുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ റോ കോട്ടൺ ആണ്. പിന്നെ അതിന് കോട്ടൺ ലൈനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പണിങ് ബാക്ക് എന്ന് പറയുന്നത് ഞാൻ ഇതാണ് കൊടുത്തേക്കുന്നത്, മറ്റേ ഹുക്ക് ആൻഡ് ഐ ഇല്ലേ, അതാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് തുറന്നെടുക്കാൻ പാകത്തിന് ഇടാനും ഒക്കെ. കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ തയ്ക്കുമ്പം സിബൊന്നും വെക്കത്തില്ലല്ലോ, അപ്പൊ അതുപോലെയാണ് ഇത് തയ്ച്ചേക്കുന്നത്. അപ്പൊ ഈ മെറ്റീരിയലിലാണ് ഞാൻ ഇവരുടെ പിൻടെക്കിന്റെ ഹെഡ് ബാൻഡ് തയ്ച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് അന്നക്കുട്ടിയുടെ ഓണക്കോടിയാണ്, 2ാമത്തെ ഓണക്കോടിയാണ്.
അപ്പം ഇത് തയ്ച്ചേക്കുന്നത് വെൽവെറ്റ് ആണ്. ഈ ടോപ്പ് എന്ന് പറയുന്നത് വെൽവെറ്റ് ആണ്. വെൽവെറ്റിൽ ഞാൻ ഈ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ്, പേൾ സെറ്റിംഗ് മെഷീൻ ഇല്ലേ, അത് വെച്ചിട്ടുള്ള ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ മയിൽപീലി എന്ന് പറയുന്നതാണേലും കണ്ടോ, മയിൽപീലി എന്ന് പറയുന്നതാണേലും ആനിക്ക് തയ്ച്ച അതേ മയിൽപീലി തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അപ്പം വെൽവെറ്റയിൽ മയിൽപീലി നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ ചെയ്തതാണ്. പിന്നെ താഴെ എന്ന് പറയുന്നത് നേരിയത് മെറ്റീരിയലാണ്. ഒരു കറുത്ത കരയുള്ള ഒരു നേരിയത് മെറ്റീരിയൽ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പൊ കഷ്ടിച്ച് ഇതൊരു 2 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2 മീറ്റർ കൊടുത്തോണ്ടാണ് ഇതിന് വലിയ ചുരുക്കില്ലാത്തത്. കണ്ടോ, വലിയ ചുരുക്കൊന്നുമില്ല. പിന്നെ പുറകുവശത്താണെങ്കിൽ ഇന്ന് സിബാണ് കൊടുത്തേക്കുന്നത്. ഇവിടം വരെ ഇറക്കി നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട്. അപ്പം കൊച്ചിനിടാനും ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഇത് തയ്ച്ചു വന്ന വഴിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നക്കുട്ടി എൻ്റെ സൈഡിലുണ്ടായിരുന്നു. അവൾ സംസാരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് ഞാനിത് വെട്ടിയപ്പോഴത്തേക്കും, ഇത് പാറ്റേൺ വെച്ചിട്ടാണ് വെട്ടുന്നത്, ആ പാറ്റേൺ വെച്ചത് തെറ്റിപ്പോയി. അപ്പോൾ ഇതിങ്ങനെ കയറിപ്പോയി, കഴുത്ത് കയറിപ്പോയി. പക്ഷെ അത് വേറൊരു ലുക്കായിരുന്നു, ഒരു ഹൈനെക്ക് പോലത്തെ ഒരു ലുക്ക് വന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്രാവശ്യം അവള് സ്ലീവ്ലെസ് ഇട്ടോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് സ്ലീവ്ലെസ് തയ്ച്ചു കൊടുത്തത്. അപ്പോൾ അത് അങ്ങനെ. അപ്പൊ അതാണ് ഈ ഒരു ഡ്രസ്സ്. അപ്പൊ ഇതിനും മറ്റേ നേരത്തെ പിൻടെക് ഹെഡ് ബാൻഡ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇനി വന്നിട്ട് ഈ ഇടയ്ക്ക് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. എന്റെയും ആനിക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും കൂടെ ചേർത്തിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതില് ആനിക്കുട്ടി ഇട്ട ഫ്രോക്കാണിത്. ഇതെന്ന് പറയുന്നത് എന്താണ്, അതൊരു ബ്രൊക്കേഡ് മെറ്റീരിയലാണ്. ബ്രൊക്കേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു മെറ്റീരിയലാണ്. ഈ അകവശത്ത് നമ്മൾക്ക് നൂലിങ്ങനെ വലിഞ്ഞിരിക്കുന്ന പോലത്തെ, എന്നാൽ പട്ട് പോലത്തെ ആ സംഭവമല്ല. ടോപ്പ് വന്നിട്ട് ഞാൻ വെൽവെറ്റിലാണ് ചെയ്തേക്കുന്നത്. അത് ഓഫ് ഷോൾഡർ പോലെ തയ്ച്ചേക്കുന്നത്. അതായത് ഇത്രയും ഭാഗം നമുക്ക് ഈ നെക്കിന്റെ പോർഷൻ കഴിഞ്ഞുള്ള ഭാഗത്ത് ഞാൻ അത് വെട്ടിക്കളഞ്ഞു. മനസ്സിലായോ? ബാക്കിൽ സിബൊക്കെ ഉണ്ട്. ഈ നെക്കിന്റെ പോർഷൻ വരുന്നവരെ, അതായത് നമ്മുടെ ഇത്രയും നോർമൽ പോലെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത്രയും ഭാഗം അങ്ങ് വെട്ടിക്കളയും. ഈ കഷത്തിന്റെ ഒരു ഹാഫ് സൈഡ് വെച്ചിട്ട് അത് അങ്ങ് വെട്ടിക്കളയും. അപ്പൊ അത്രയും പോർഷൻ തയ്ച്ചതിന് ശേഷം പിന്നെ ഇത്രയും ഇത് മാത്രം നമ്മൾ ഒരു ഫുൾ സർക്കിൾ വെട്ടിയെടുത്തേച്ച് ഇത് മാത്രം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ച് പിടിപ്പിച്ചേക്കുവാണ്. അതായത് കഷത്തിന്റെ താഴെ നിന്ന് മേളിലോട്ട് തയ്ച്ചു പിടിപ്പിച്ചേക്കുവാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞ ഇത് കൈയല്ല. അപ്പൊ എന്താണ്, ഇങ്ങനെ ഇറക്കിയിടാം, ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ മേളിന്ന്, കഴുത്തിന്റെ മേളിന്ന് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു തുണി എടുത്ത് സെപ്പറേറ്റ് ഒരു തുണി എടുത്തിട്ട് ആ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് മടക്കി അടിച്ചതിന് ശേഷം ഈ നമ്മുടെ കൈക്കുഴിയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം കൈക്കുഴിയുടെ താഴെ നിന്ന് മേളിലോട്ട് തയ്ക്കും. അപ്പൊ ഈ മേളിൽ വെട്ടി ആ ഭാഗത്ത് വന്നത് നിൽക്കും. കണ്ടോ? അപ്പം ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെയും ഇടാം, ഇങ്ങനെ ഇറക്കിയും ഇടാം. ഷോൾഡർ ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓഫ് ഷോൾഡർ പോലെ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഡ്രസ്സാണ് ആനിക്കുട്ടിക്ക് തയ്ച്ചത്. അത് നേരിട്ട് കണ്ടാലേ തന്നെ ഒരു ഭംഗിയുള്ളത്. ഇപ്പം കറുപ്പ് കളർ ആയതുകൊണ്ട് അത് അത്ര വിസിബിൾ അല്ല, ഫോട്ടോയിലാണെങ്കിലും അത്രയും വിസിബിൾ അല്ല. പിന്നെ വന്നിട്ട് അന്നയ്ക്ക് തയ്ച്ചതാണ്. അതൊരു നോർമൽ ഫ്രോക്കാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നമ്മൾ കുർത്തി ഫ്രോക്ക് തയ്ക്കില്ലേ, ഒരു യോക്ക് വന്നിട്ട് കുറച്ചങ്ങോട്ട് ചുരുക്കിട്ടേക്കുന്ന കണക്കത്തെ ഒരു ഫ്രോക്കാണ്. പക്ഷെ ഇതില് കൈ വെക്കേണ്ടിയിരുന്നില്ല. പക്ഷെ ആ ടൈമിലൊന്നും അവള് കൈ വെക്കാതിരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം കൈ ഇല്ലായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. അപ്പൊ എന്തായാലും അവള് കൈ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈ വെച്ചു. പക്ഷെ ഇതിന്റെ നെക്കാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞ നെക്ക്. അപ്പൊ ഇതിന്റെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നെക്ക് വാർമർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇത് എങ്ങനെ ഇടേണ്ടതെന്നുള്ളത് എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. ഇത് നമ്മളിങ്ങനെ കഴുത്തെ കൂടെ എടുത്തിട്ട് ഇവിടെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുത്തെ കൂടെ എടുത്തേച്ച് ഇത് ഇങ്ങനെ വെച്ച് ഇവിടെയും
പിന്നെ ഇത് ഇങ്ങോട്ടും കൊടുത്തേച്ച് ഇതിനകത്തൂടെ കൊടുത്തേച്ച് നമ്മൾ ഇങ്ങനെ ഇടും. ഇവിടെയും ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതാ നമ്മുടെ നെക്ക് കണ്ടോ ഇങ്ങനെ വരും. ബാക്ക് സൈഡിൽ ചുരുണ്ടും ഈ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെയും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിൽ നെക്ക് വാർമർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ഹെഡ് ബാൻഡ് ആണെങ്കിലും നമ്മൾ ക്രോഷ്യ വെച്ചൊക്കെ ചെയ്യുന്നതിന് ഇയർ വാർമർ എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ പേരുണ്ട്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മിക്ക ഫാഷനും അവിടെ അവർ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം അതുപോലെ നെക്ക് വാർമർന്ന് സെർച്ച് ചെയ്താൽ മതി. ഇത് കൈയില്ലാത്ത ഫ്രോക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നാനേ. അപ്പം അങ്ങനെ ഒരു നെക്ക് വാർമറാണ് ചെയ്തേക്കുന്നത്. ഈ ഭാഗം ഇലാസ്റ്റിക്കും പുറമെ കാണാത്ത ഭാഗം ഞാൻ വെറും ലൈനിങ്ങും ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത്രയും ഈ പോർഷനിലൊക്കെ നമ്മൾ പ്രസ് ബട്ടൺ കൊടുത്തേക്കുക. അതായത് ഇങ്ങനെ ചുറ്റി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രസ് ബട്ടൺ കൊടുത്തേക്കണം. അപ്പം അതാണ് അവളുടെ ആ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത്. ഇനി വന്നിട്ട് എൻ്റെ ഡ്രസ്സാണ്. എനിക്ക് ഒത്തിരി അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഡ്രസ്സാണ്. ആ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി കമൻറ്റ് വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാ കോട്ടൺ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ്. ഇതാ കണ്ടോ, സ്ലീവ്ലെസ് കുർത്തിയാണ്. കണ്ടാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. നോർമൽ പോലെ പുറകിൽ സിബൊന്നും ഇല്ല. എൻ്റെ ഒരു സൈസിന് തയ്ച്ച ഒരു കുർത്തിയാണ്. കറക്റ്റ് സൈസിന് താഴോട്ട് ചുരുക്കാണ്. ഇതൊരു 3/4 വരത്തുള്ളൂ. ഫുൾ ലെങ്ത് അല്ല, ഒരു 3/4 വരത്തുള്ളൂ. ഈ ഒരു ഭാഗത്ത് ഞാൻ D എന്നുള്ള അക്ഷരം മോണോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെഷീൻ എംബ്രോയിഡറി തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇന്നർ ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ പുറത്താണ് ഞാൻ ഇതുപോലെ ഒരു കഴുത്തേൽ ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് കോളറുള്ള ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു കോട്ട് തയ്ച്ചെടുത്തു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിന്റെ കട്ടിങ് ചോദിച്ചോ ഒത്തിരി പേര്. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ കോളർ കുർത്തി തയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. കോളർ വെച്ചിട്ടുള്ള കുർത്തി 3/4 സ്ലീവ് ഒക്കെ ആയിട്ട് കോളർ വെച്ചുള്ള കുർത്തി തയ്ക്കുക. വേറെ വെട്ടും ഇതൊന്നുമില്ല. പിന്നെ സൈഡ് സ്ലിറ്റ് ഒന്നുമില്ല. നമ്മൾ മറ്റേ എ ലൈൻ പോലെയുള്ള ഒരു കോളർ ടൈപ്പ് കുർത്തി തയ്ക്കുന്നു, അല്ലെങ്കിൽ തയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇങ്ങനെ വി ഷേപ്പിൽ വെട്ടിവിടുക. ഇത്തിരിയേ വെട്ടാവുള്ളേ, അധികം ഒന്നും വെട്ടരുത്. ഇങ്ങനെ കെട്ടുന്ന ഭാഗം അവിടുന്ന് ഇങ്ങോട്ട് ഈ ആകൃതിയിൽ വി ഷേപ്പിൽ വെട്ടിവിടുവാണ് ചെയ്യുന്നത്. അത്രേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അത് നമ്മൾ അടിക്കേണ്ട രീതിയിൽ ഇവിടെ എല്ലാം അടിച്ച് അകത്തോട്ട് ആക്കി വിടുകയാണ്. അപ്പൊ ഈ മെറ്റീരിയൽ എല്ലാം ചോദിച്ചിട്ടുണ്ട്. നേരത്തെ കോട്ടൺ ആണ്. ഈ മെറ്റീരിയൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഈ മെറ്റീരിയൽ ചന്തേരിയാണ്, ബ്രൊക്കേഡ് ഒന്നുമല്ല, ചന്തേരി മെറ്റീരിയലാണ്. ചന്തേരി ആണ് മെറ്റീരിയൽ. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറിന്റെ കൂടെ ഒരു പൈപ്പിംഗ് കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഈ വള്ളി പിടിപ്പിച്ചേക്കുക. അപ്പം ഇങ്ങനെ വന്ന് കോളറായിട്ട് കെട്ടിയിടാം. അപ്പം ഇത് ഇങ്ങനെ വി ഷേപ്പിൽ വെട്ടിയേക്കുന്നുണ്ട്. അതങ്ങനെ മാറിക്കിടക്കും, കോട്ട് പോലെ മാറിക്കിടക്കും. അപ്പം അതാണ് ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പറയാനാണെങ്കിൽ ഇതിന്റെ ഇറക്കം മറ്റതിനേക്കാൾ ഒരു ഇത്തിരിയും കൂടെ, ഒരു പൊടിക്ക് ഇറക്കം കൂടുതലാണ്, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് പലാസോയുടെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്ടിന്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റേ ചൂരി പാൻസിന്റെ കൂടെയോ ഒക്കെ ഇടാം. അപ്പൊ അത്രയാണ് ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റേ നേരത്തെ ഡ്രസ്സിന് വേറൊരു ഹെഡ് ബാൻഡ് തയ്ച്ചിരുന്നു. അത് പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പം അത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് ശരിയായില്ല. ശരിക്കും പറഞ്ഞാൽ നോട്ട് ഹെഡ് ബാൻഡ്, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നോട്ട് ഹെഡ് ബാൻഡ് അങ്ങനെ എങ്ങാണ്ടാണ് എൻ്റെ പേര്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇച്ചിരി ഇങ്ങനെ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമ്മൾ സാധാരണ ഹെഡ് ബാൻഡ് തയ്ക്കുന്ന പോലെ തന്നെ. പക്ഷേ ഒരു ഇതിനകത്ത് വേറൊരു നോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അതാണ് നമ്മൾ ഇലാസ്റ്റിക്കിലോട്ട് തയ്ച്ചേക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു നോട്ട് പോലെ ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഫ്ലോയി മെറ്റീരിയലാണ്. പ്ലെയിൻ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റും.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ ഞാൻ ഇനി അങ്ങോട്ട് തയ്ക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. പക്ഷെ ഒരു ഫുൾ ലെങ്ത് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറയരുത്. കാരണം അത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. നമ്മൾ ഇച്ചിരി സമയം കിട്ടുന്ന സമയത്ത് നമ്മളിത് തയ്ച്ചെടുക്കാൻ നോക്കുമോ വീഡിയോ എടുക്കാൻ നോക്കുമോ. അപ്പം ഇതെല്ലാം വളരെ സിമ്പിൾ ടെക്നിക്കാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഐഡിയാസ് തന്നെയാണ്. ഒത്തിരി സെർച്ച് ചെയ്യും, ചില ഐഡിയാസ് കിട്ടും, അതുപോലെ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഒരു എക്സ്പ്ലനേഷൻ സെഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. എനിക്കൊരു പക്ക ടൈമിംഗ് ഒന്നുമില്ല, എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം ഇപ്പം ഒരു സമയം ഫോളോ ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് 2 മണി എന്നുള്ളത്. പക്ഷേ ഏത് ദിവസം എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.